പൊന്നാനിയിലെ ഇടത് സ്ഥാനാർത്ഥി കെ.എസ്. ഹംസ നമ്മോടൊപ്പം ചേരുന്നു. മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നയാളാണ്. ആ ഒരു പ്രൊഫൈല് ഈ മത്സരത്തിൽ എത്ര ഗുണം ചെയ്യും? മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി, മുൻ ജില്ലാ പ്രസിഡന്റ്, സംസ്ഥാന സംഘടനാ ചുമതല സെക്രട്ടറി എന്ന നിലക്കൊക്കെ ഞാനിവിടുത്തെ രാഷ്ട്രീയ സാമൂഹ്യ മേഖലകളിൽ ഒരു സ്ഥിര സാന്നിധ്യമായിരുന്നു. ആ ബന്ധങ്ങൾ എനിക്ക് ഉപയോഗപ്പെടും. ഈ പൊന്നാനി പോലൊരു മണ്ഡലത്തിൽ അങ്ങയുടെ ബന്ധങ്ങൾ അതല്ലെങ്കിൽ പരിചയം എത്രയുണ്ടായിരുന്നു? നേരത്തെ ഈ മണ്ഡലവുമായിട്ട് ബന്ധമുണ്ടായിരുന്നു? ധാരാളം ബന്ധങ്ങൾ പൊന്നാനിയുമായിട്ടുണ്ട്. എനിക്ക് പൊന്നാനി വീടുണ്ട്. എൻ്റെ വൈഫ് ഹൗസ് പൊന്നാനിയാണ്. വിപുലമായ ഞങ്ങൾക്കുള്ളത് അതൊക്കെ പൊന്നാനി തന്നെയാണ്. ഞങ്ങൾ തന്നെ എൻ്റെ പിതാമഹൻ പൊന്നാനിയിൽ നിന്ന് പോയതാണ്. ഞങ്ങൾ നാട്ടിലേക്ക് തൊഴിൽപ്പാടത്തേക്ക് പോയതാണ്. അപ്പോൾ ഞാൻ പൊന്നാനിയുമായി ഒരുപാട് വിശാലമായ കുടുംബ ബന്ധങ്ങളുടെ ഒരു വലിയ ശൃംഖല തന്നെയുണ്ട്. സൗഹൃദ ബന്ധം അതിനേക്കാൾ കൂടുതലാണ്. 30 വർഷത്തെ 35-40 വർഷത്തെ രാഷ്ട്രീയ സാമൂഹ്യ മേഖലകളിലെ നിരന്തരമായ ഇടപെടലുകൾക്ക് പൊന്നാനി എനിക്ക് വിഷയീഭവിച്ചിട്ടുണ്ട്, പാത്രീഭവിച്ചിട്ടുണ്ട്. ഈ മുസ്ലിം ലീഗിൽ നിന്ന് പുറത്ത് വന്ന് മത്സരിക്കുമ്പോൾ മുസ്ലിം ലീഗിൻ്റെ ഒരു ബാക്ക് ബോണായ സംഘടനകളിലൊക്കെ വലിയ സ്വാധീനം ഹംസക്കൊക്കെ ഉണ്ടായിരുന്നു. അത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമോ? ഈ തെരഞ്ഞെടുപ്പിൽ ഏതൊക്കെ പ്രതിഫലിക്കുമെന്നുള്ളത് കണ്ടറിയണം. പക്ഷേ അതൊക്കെ തന്നെ എൻ്റെ പ്രവർത്തന മേഖലയിൽ ഗുണകരമായ ഒരു സാഹചര്യം സൃഷ്ടിക്കും. ഈ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്നത്? പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുക എന്നല്ല, സ്വതന്ത്ര ചിഹ്നത്തിൻ്റെ ഒരു പ്രശ്നമല്ല. ഓരോ ചിഹ്നം ഓരോ രാഷ്ട്രീയ പാർട്ടികൾ രജിസ്റ്റർ ചെയ്ത് റിസർവ് ചെയ്ത് വെക്കുകയാണ്. അത് ആ പാർട്ടിയാണ് ആർക്ക് കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നത്. സ്വതന്ത്രന് വേണമെങ്കിൽ കൊടുക്കാം, അല്ലാതെ പാർട്ടിക്കാർക്ക് വേണമെങ്കിൽ കൊടുക്കാം. അത് അത്രയേ ഉള്ളൂ. ചിഹ്നത്തിൻ്റെ ഒരു വിഷയം വരുന്നില്ല. പിന്നെ പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു, ഞങ്ങളുടെ മുസ്ലിം ലീഗിൻ്റെ അഖിലേന്ത്യാ പ്രസിഡൻറ്റ്, മുൻ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പോലും വെല്ലൂർ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചത് ഉദയസൂര്യൻ എന്ന DMKയുടെ ചിഹ്നത്തിലാണ് പാർലമെൻറ്റിലേക്ക് മത്സരിച്ച് ജയിച്ചത്. അപ്പോൾ അതൊന്നൊരു വിഷയമല്ല. ഏത് ചിഹ്നം സുപരിചിതമാവണം, എല്ലാവർക്കും പരിചിതമായ ചിഹ്നമായിരിക്കണം. കൺഫ്യൂഷൻ ഒഴിവാക്കാൻ അതാണ് ആവശ്യം. ഈ പ്രഖ്യാപനം വന്നിട്ട് കുറച്ച് മണിക്കൂറുകളാവുന്നേ ഉള്ളൂ. എങ്ങനെയാണ് ആളുകളുടെ ഒരു പ്രതികരണമൊക്കെ ഉണ്ടായ? വലിയൊരു പ്രതീക്ഷയുണ്ടോ? നല്ല പ്രതീക്ഷയുണ്ട്. അത് തെരഞ്ഞെടുപ്പ് ഡിക്ലറേഷൻ വരുന്നതിന് മുമ്പ്, സ്ഥാനാർത്ഥി ഡിക്ലറേഷൻ വരുന്നതിന് മുമ്പേ പ്രതീക്ഷയുണ്ട്. കാരണം അത്രമാത്രം ആളുകൾ വിവരം അറിഞ്ഞ് റൂമറിൻ്റെ പേരിൽ കേൾവിയിൽ അവർ നിരന്തരം ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായും ആ വലിയ പ്രതീക്ഷയിലാണ് ഇടത് സ്ഥാനാർത്ഥി. ക്യാമറാമാൻ ജയേഷ് വില്ലോടിക്കൊപ്പം KT സാലിഹ്, കൈരളി ന്യൂസ്, മലപ്പുറം.